అందలింద గొల్లేదల అరచేది మాణిక్యము పంతమాడే కంసుని పాలివజ్రము అందలింద గొల్లేదల అరచేది మాణిక్యము పంతమాడే కంసుని పాలివజ్రము. ബാക്ക് ടു ദി ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് 28-ാം തീയതിയാണ് കേട്ടോ, ഡിസംബർ. നാളെ 29-ാം തീയതി ഞാനൊരു തീർത്ഥാടന യാത്ര ഒക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഒരു 5-6 കേരളത്തിൽ പ്രധാന ക്ഷേത്രങ്ങൾ ദർശനത്തിനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ. പാണ്ഡവാസ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ഇതിലാണ് പോകുന്നത്. ഇൻസ്റ്റാഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ആഡ് കണ്ടു. അങ്ങനെയാണ് ഇതിൽ ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ഒരുപാട് കാലമായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന, മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന 1-2-3 ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രിപ്പ് ചൂസ് ചെയ്തത്. 1200 രൂപയാണ് ഈ ഒരു ദിവസത്തെ. രാവിലെ പുലർച്ചെ തുടങ്ങി രാത്രിയാവും നമ്മൾ തിരിച്ചെത്താനായിട്ട്. പാണ്ഡവാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അവിടുന്ന് നേരെ ഇവിടുന്ന് പറവൂര് എടപ്പള്ളിയൊക്കെ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എടപ്പള്ളിയിൽ നിന്നാണ് ഞാൻ കയറുക. പുലർച്ചെ ഒരു 4:45 സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. അപ്പം പ്രധാന ക്ഷേത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മണ്ണാറശാലയാണ്. ഞാൻ നാഗരാജ ക്ഷേത്രം ഞാൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് കാട്ടിൽ മേക്കാത്തിലാണ്. കാട്ടിൽ മേക്കാത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണികെട്ട അമ്പലം. നിങ്ങൾ മണി കെട്ടുന്ന ഒരമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ വീഡിയോസൊക്കെ ആയിട്ട്. അപ്പം അതും ഞാൻ കൊല്ലത്താണ്. അപ്പം അവിടെ പോകുന്നുണ്ട്. പിന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം പോകുന്നുണ്ട്. പിന്നെ വന്നിട്ട് ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ദേവി ക്ഷേത്രങ്ങളായിട്ടുള്ള കൊടുങ്ങല്ലൂർ പോകാൻ പറ്റിയിട്ടുണ്ട്, അതുപോലെ കാടാമ്പുഴ പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 2-3 വട്ടം എനിക്ക് ചോറ്റാനിക്കര പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ചക്കുളത്തുകാവായിരുന്നു. അപ്പം അതും ഈ ഒരു ട്രിപ്പിൽ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ വന്നിട്ട് തകഴി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം മൊത്തം 6 ക്ഷേത്രങ്ങളാണ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ രാവിലെ 4:30 സമയം എടപ്പള്ളിയാണ്. വണ്ടി വിളിച്ചു നോക്കിയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതുപോലത്തെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ, ഓരോ ട്രിപ്പ് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ കുറേ ഇടാറുണ്ട്. പാണ്ഡവാസിൻ്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. പേര് തന്നെയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടാണ്. അങ്ങനെ ഇനി നേരെ ആലപ്പുഴ വഴിയാണ് പോകുന്നത്. ഈ ഒരു ട്രിപ്പിൽ ഓൾമോസ്റ്റ് ഒരു 25-നടുത്ത് ആളുകളാണ് ഉണ്ടായിരുന്നത്. പാണ്ഡവാസിനെ തിരഞ്ഞെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിൽ തന്നെ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 4 അതിലധികമോ പ്രാവശ്യം നമ്മുടെ കൂടെ വന്നവരുണ്ട്. ഒന്ന് കൈയടിച്ച് പാണ്ഡവാസിനെയും അതിൻ്റെ മാനേജ്മെൻറ്റിനെയും കുടുംബാംഗങ്ങളെയും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നൽകുക. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് മണ്ണാറശാലയാണ് കേട്ടോ. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ടാണ്, പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ. ഇവിടെ തന്നെ ഒരു വഴിപാടായിട്ട് ഒരു കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല. ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഗരാജാവായിട്ടുള്ള വാസുകി അനന്തനും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൂടാതെ സർപ്പയക്ഷി, നാഗയക്ഷി, നാഗചാമുണ്ടി അങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഏകദേശം 9 ഏക്കറോളം പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന കാവിനുള്ളിലായിട്ടാണ് ക്ഷേത്രം ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം കയറി ചെല്ലുന്നിടത്ത് കാണുന്നത് നാഗരാജാവായിട്ടുള്ള വാസുകിയുടെ പ്രതിഷ്ഠയാണ്. അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ വടക്കോട്ട് നടന്നാലാണ്
നിലവറയ്ക്കുള്ളിലായിട്ട്, അതായത് ക്ഷേത്രത്തിനടുത്തായിട്ടുള്ള ഇല്ലത്തിനുള്ളിലെ നിലവറയ്ക്കുള്ളിലാണ് അനന്തനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായിട്ടുള്ള മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. വലിയ വഴിപാടെന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാവാനായിട്ട് ഉരുളി കമിഴ്ത്തുക എന്നുള്ള ഒരു വഴിപാടാണ് മെയിനായിട്ട് വരുന്നത്. അതേ സർപ്പദോഷങ്ങൾക്കും മറ്റ് രാഹുകേതു ദോഷങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് വഴിപാട് ചെയ്യുന്നവരുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മുതിർന്ന അമ്മയാണ് കേട്ടോ. അപ്പൊ മണ്ണാറശാല വലിയമ്മ എന്നാണ് പറയുക. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് അവിടെ തൊഴാൻ ചെന്നപ്പം 2 വട്ടം ആ അമ്മയുടെ ദർശനം കിട്ടുകയുണ്ടായി. അതായത് നിലവറയിലുള്ള അനന്തന്റെ പ്രതിഷ്ഠയുടെ അവിടെയാണ് സാധാരണ ആ വലിയമ്മയെ കാണാറ്. നമ്മളെ കാണുമ്പോഴേക്കും നമ്മളൊക്കെ അനുഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും ആ അമ്മ നിൽക്കുക. അപ്പോൾ അതെനിക്ക് 2 വട്ടം എനിക്കത് കിട്ടുകയുണ്ടായി. നിറയെ മരങ്ങളാണ് ക്ഷേത്രത്തിന് ചുറ്റും, നിറയെ മരങ്ങളാണ്. നമ്മൾ നടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ രൂപങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പം അത് 30,000-ഓളം നാഗപ്രതിമകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഗപ്രതിമകൾ ഉള്ളത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. പ്രധാന ഉത്സവമാണ് മണ്ണാറശാല ആയില്യം. തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ അന്നാണ് മണ്ണാറശാല ഉത്സവം നടക്കുന്നത്. അതുകൂടാതെ കന്നിമാസത്തിലെ ആയില്യത്തിനും ഇവിടെ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് ദർശനം ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ പുലർച്ചെ 5 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 12 മണി വരെയാണ്. പിന്നെ വൈകിട്ട് 5:30 മുതൽ രാത്രി ഒരു 7:30 വരെയാണ് നമുക്ക് ക്ഷേത്രത്തിന് ഉള്ളിലേക്കൊക്കെ പോയിട്ട് ദർശനം ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ പുറത്ത് നിന്നിട്ട് തൊഴുതിട്ടൊക്കെ പോവാം. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ളൊരു ദൂരം. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എന്നാണെന്നുവെച്ചെങ്കിൽ ഏകദേശം ഒരു 3.5 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിൽ ദൂരം വരുന്നുള്ളൂ. ഇത്രയും വർഷത്തെ കാലത്തിനിടയ്ക്ക് ഞാൻ പോകാൻ ആഗ്രഹിച്ചൊരു ക്ഷേത്രമാണ് മണ്ണാറശാല. കാരണം എൻ്റെ നാളായില്യ ആയതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് നാഗക്ഷേത്രങ്ങളൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. പക്ഷേ മണ്ണാറശാല മാത്രം എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പുതുവർഷത്തിൽ എനിക്ക് ഇവിടെ വന്ന് തൊഴാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അയാളും നമ്മളൊരു തീർത്ഥാടന യാത്ര പോലെയാണ് വന്നത്. അതുപോലെ എനിക്ക് ഒരുപാട് നേരമൊന്നും അവിടെ നിന്ന് തൊഴാനോ പിന്നെ ഉള്ളിലേക്ക് കടക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ അറ്റം വരെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തൊഴുത് കഴിഞ്ഞ് നേരം ഞാൻ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ഇനി ഏതാ ക്ഷേത്രം എന്ന് എനിക്കറിയില്ല. രണ്ടാമതായിട്ട് നമ്മൾ കാട്ടിൽ മേക്കാത്തിൽ മണികെട്ടമ്പലം എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ ചാവറക്കടുത്ത് കാട്ടിൽ മേക്കാത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചാവറയ്ക്കടുത്ത് പൊന്മന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ഭദ്രകാളി തന്നെയാണ്. മെയിനായിട്ട് അറിയപ്പെടുന്നത് മണികെട്ടമ്പലം എന്നാണ്. ക്ഷേത്രത്തിലെ മെയിനായിട്ടുള്ള വഴിപാട് മണികെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട്. വേറെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത മണിനേർച്ച എന്ന് പറയുന്ന ഈ ഒരു വഴിപാട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിനെ, കാട്ടിൽ മേക്കാത്തിൽ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനെ ഏറ്റവും പ്രശസ്തമാക്കിയത്. ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള വലിയൊരു ആലിലാണ് നമ്മൾ മണി കെട്ടുന്നത്. നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചിട്ട് ആ ഒരു മണി ഇവിടെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കുന്നതാണ്. ഇഷ്ടമുള്ള എത്ര മണികൾ വേണമെങ്കിലും നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പൂജിച്ച് തരും. പിന്നീട് അത് ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരത്തിനടുത്ത് ചെന്നിട്ട് 7 വട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരു മണി അവിടെ വളരെ വിശ്വസ്തോടെ കെട്ടാനായിട്ട്. അപ്പം ഈ ഒരു ക്ഷേത്രം ഞാൻ വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു. അപ്പം ഇവിടെ എനിക്ക് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ മാത്രം ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഞാനിത് ഐക്കാർട്ടിൽ ഇടാം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നമ്മൾ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന സാക്ഷാൽ പരബ്രഹ്മ മൂർത്തിയെ ദർശിക്കാനായിട്ട് പോവുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഓച്ചിറ, കൊല്ലം ഓച്ചിറ. ഇത് കൊല്ലത്തിൻ്റെയും ആലപ്പുഴയുടെയും ബോർഡറിലായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ ദക്ഷിണ കാശി എന്നാണ് കേട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു സീസണാണ്. പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക പ്രതിഷ്ഠകളോ പൂജയോ ഒന്നുമില്ലാത്തൊരു ക്ഷേത്രമാണ്. മെയിനായിട്ട് ഇവിടെയുള്ള 2 ആൽത്തറകളിലായിട്ടാണ് പരമശിവനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് കേട്ടോ. ഒരുപാട് ആലുകളൊക്കെ ഉണ്ട് ഇവിടെ. കാവുണ്ട്, വലിയ കാവൊക്കെ ഉണ്ട്. ഇവിടെ കാളേനെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടാവും. അത് ഓച്ചിറ കാളെന്ന് പറയും. ആ കാളകള് നിങ്ങൾക്കറിയാലോ പരമേശ്വരന്റെ വാഹനമാണ് കാള. ആ കാളേനെ തൊഴുതിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഇതൊക്കെ എൻ്റെ കൂടെ വന്നവരാണ് കേട്ടോ.
ഈ ഓച്ചിറ കാളകളെ തൊഴുതിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഞങ്ങളുടെ വകയല്ല, പരപ്പനമ്പത്തിന്റെ വകയാണ്. നിങ്ങളൊക്കെ വെക്കുന്ന പരിപാടികളാണ്. പ്രധാന മൂർത്തികളായിട്ടുള്ള പരമശിവനെയും അതുപോലെ മഹാവിഷ്ണുവിനെയും 2 ആൽത്തറകളിലായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയ കാവിൻ്റെ ഒരു ഭാഗം തന്നെയുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകമായിട്ടുള്ള ശ്രീകോവിലോ പ്രതിഷ്ഠയോ പ്രത്യേക പൂജകളോ ഒന്നുമില്ല. പിന്നെ ഈ ആൽത്തറയോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിപാടായിട്ട് ചെയ്യാവുന്നതാണ്. അത് മെയിനായിട്ട് ശാരീരിക രോഗങ്ങളൊക്കെ മാറാനായിട്ട് തലയ്ക്കൊഴിഞ്ഞിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് തടിയിൽ തീർത്തിട്ടുള്ള രൂപങ്ങൾ ഇവിടെ കാണാം. ത്വക്ക് രോഗങ്ങളൊക്കെ മാറാനായിട്ട് ഇവിടുത്തെ വേറൊരു വഴിപാടെന്ന് പറയുന്നത് 8 കണ്ടം ഉരുളിച്ച എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിൽ നടക്കുന്ന 12 വിളക്കാണ്. വൃശ്ചിക മാസത്തിലെ 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്നൊരു ഉത്സവമാണിത്. പിന്നെ ഓച്ചിറ കാളകളിയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. മിഥുന മാസത്തിലെ 1-2 തീയതികളിലാണ് ഇവിടെ ഓച്ചിറ കളി നടക്കുന്നത്. അഗതികളും അനാഥരുമായിട്ടുള്ള ധാരാളം ആളുകളുടെ ഒരു അഭയ കേന്ദ്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം. അവർക്ക് വേണ്ടിയിട്ട് ഒരു അഗതി മന്ദിരം തന്നെ ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുണ്ട്. ഇവിടെയുള്ള അഗതികൾക്കായിട്ട് നമുക്ക് അന്നദാനം വഴിപാടൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അന്നദാനത്തിനായിട്ടുള്ള വലിയ മണ്ഡപം തന്നെയുണ്ട്. പിന്നെ അന്നദാനം വഴിപാടൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. അത് ഓച്ചിറ കഞ്ഞിന്ന് പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് മണ്ണാണ് കേട്ടോ. അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണാണ് പ്രസാദമായിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇവിടെ ഔഷധയുക്ത ദാഹജലം എന്ന് പറഞ്ഞിട്ട് വെള്ളം ചന്ദനത്തിൻ്റെ ആണ് കേട്ടോ. ഈ ഒരുപാട് മാലകളുണ്ട്. പേരൻ്റെ ഒക്കെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. അയ്യോ 170 ഓക്കെ. വലിയ രുദ്രാക്ഷത്തിന്റെ വലിയ മാലയാട്ടോ. ഇത് നന്നായിട്ട് കേട്ടോ. ശിവന്റെ ഇതിൽ രുദ്രാക്ഷം വെച്ചിട്ട് അങ്ങനെ നമ്മളിവിടുന്ന് ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ 3 ക്ഷേത്രങ്ങൾ കഴിഞ്ഞു. ഇനി ഒരു 3 ക്ഷേത്രം കൂടി പോകാനുണ്ട്. അങ്ങനെ 4ാമതായിട്ട് നമ്മൾ ചക്കുളത്തുകാവ് വന്നേക്കാണ് കേട്ടോ. സമയം 4 മണിയായിട്ടുണ്ട്. 4 മണിക്ക് ഒരു 10 മിനിറ്റ് ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല. ചക്കുളത്തുകാവ് ഭഗവതി ദുർഗാദേവിയാണ്. ആദിപരാശക്തി വനദുർഗ ഭഗവതി ആയിട്ടാണ് ദേവീനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ നീരാറ്റുപുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളുടെ അതിർത്തിയിലെ പമ്പാ നദിയുടെയും അതുപോലെ മണിമലയാറിന്റെയും സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം നിൽക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിന്റെ മുന്നിൽ 2 വശത്തായിട്ട് വലിയ ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറെ അധികം ആളുകൾ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് എപ്പോഴും നല്ല തിരക്കാണ്. ചക്കുളത്തുകാവ് പൊങ്കാല ഇടുന്നതൊക്കെ വളരെ പ്രശസ്തമാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ പ്രസിദ്ധമായിട്ടുള്ള പൊങ്കാല നടക്കുന്നത്. മാസത്തിലെ തൃക്കാർത്തിക ദിവസം ഇവിടെ ലക്ഷദീപം തെളിയിക്കൽ നടക്കാറുണ്ട്. ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ, അതായത് പുലർച്ചെ ഒരു 4:30 സമയം മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. പിന്നെ വൈകിട്ട് 4:30 മുതൽ രാത്രി ഒരു 8 മണി വരെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി തൊഴാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഇവിടെ ഉപദേവതകളിൽ ഒന്നായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള വലിയൊരു പ്രതിഷ്ഠയാണ്. ഞാൻ ഇന്നേ വരെ ഇത്രയും വലിയൊരു വിഗ്രഹം ഹനുമാൻ സ്വാമിയുടെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടുന്ന് ബാക്കിലേക്ക് ഈ ഒരു കാണുന്ന ഭാഗത്താണ് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉള്ളത്. ഇവിടെ പൊങ്കാലിട്ടതിൻ്റെ കലങ്ങളൊക്കെ കാണാം കേട്ടോ. ഉണ്ടോ, പരിചയപ്പെട്ട 2 ചേച്ചിമാരാണ്, സ്മിത ചേച്ചി, സന്ധ്യ ചേച്ചി. സ്ഥലം എന്ന് പറഞ്ഞാൽ
കളമശ്ശേരിയിലാണ്, എറണാകുളത്ത് വൈറ്റില ഭാഗത്താണ് വീട്. അതുകൂടെ വന്നിട്ട് പരിചയപ്പെട്ടതാട്ടാ, യൂട്യൂബിൽ കാണാട്ടാ. അങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പോയത് തകഴിയാണ്. പിന്നെ വന്നത് തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കൊമ്പും തുമ്പിക്കൈയും ഉള്ള ഒരു നാളികേരം തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അത് ഒരുപാട് വർഷമായിട്ടുള്ള ഒരു നാളികേരമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടു ബാക്കിലായിട്ടാണ് എണ്ണ വല്യച്ഛൻ്റെ ക്ഷേത്രം ഉള്ളത്. വാതരോഗങ്ങൾക്ക് സിദ്ധൌഷധമായിട്ടുള്ള തകഴിയിലെ വല്യണ്ണ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേക ചെടികളും ഔഷധങ്ങളും ചേർത്തിട്ടാണ് രോഗസംഹാരിയായിട്ടുള്ള ഈ വല്യണ്ണ തയ്യാറാക്കുന്നത്. 41 ദിവസമൊക്കെ വ്രതം എടുത്തിട്ടൊക്കെ വേണം ഈ വല്യണ്ണ സേവിക്കാനായിട്ട്. അതിവിടെ വന്നിട്ട് തന്നെയാണ് സേവിക്കേണ്ടത്. പിന്നെ വന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശസ്തമായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയാം. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം കഴിപ്പിക്കുക എന്നുള്ളത്. അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആണ്. വളരെ പ്രത്യേകതയോട് കൂടിയിട്ട്, പ്രത്യേക ചടങ്ങോട് കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു പാൽപ്പായസം ഉണ്ടാക്കുന്നത്. ഈ പാൽപ്പായസത്തിന് ചെമ്പകപ്പൂവിന്റെ നിറാണ് ഉണ്ടാവുക. രാവിലെ തുടങ്ങി ഏകദേശം ഒരു 6 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഗുരുവായൂർ എന്നൊരു കോവില് നമുക്ക് കാണാം. അതുകൊണ്ട് ദക്ഷിണ ഗുരുവായൂർ എന്നാണ് കേട്ടോ ഈ ഒരു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാർ തന്റെ തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചത് ഇവിടെ വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നത് ബാക്കിൽ നിന്നായിരുന്നു. അവിടെ കുളം, വലിയ കുളം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ബാക്ക് സൈഡ് കാണാനായിട്ട്. അങ്ങനെ അവസാനത്തെ ക്ഷേത്രം തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ മൊത്തം 6 ക്ഷേത്രങ്ങൾ പോയി. വീഡിയോ കുറേയൊക്കെ ഓടി നടന്നെടുത്തു എന്നുള്ളൂ. അപ്പോൾ കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും കാണാം.